എവരിവൺ എന്തുണ്ട് സുഖാണോ? നമുക്കിന്ന് ഒരു ഫിഷ് കറി ഉണ്ടാക്കിയാലോ? ക്രിസ്മസ് സ്പെഷ്യൽ ഫിഷ് കറി. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിലാണ് ഞാൻ ഈ ഫിഷ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ നാട്ടിലും നമ്മുടെ കേരളത്തിൽ പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ നാട്ടിൽ ഞാൻ ആലപ്പുഴയാണ്. അപ്പോൾ തിരുവിതാംകൂറിൽ ഉണ്ടാക്കുന്ന മീനിൻ്റെ സ്റ്റൈലല്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന കുറച്ചുകൂടെ വേറെ രീതിയിലാണ്. കാരണം ഗ്രേവി ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഗ്രേവി വേണം, പക്ഷെ തിക്ക് ഗ്രേവിയും വേണം. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചൊരു ചേഞ്ചസ് ഞങ്ങളുടെ നാട്ടിനേക്കാളും വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പലയിടത്തും ഉണ്ടാക്കുന്നതായിരിക്കാം. പക്ഷെ എല്ലാവരും അപ്പം നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ ഫിഷ് കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫിഷ് കറി സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യമായിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്കിവിടെ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് അതാണ് യൂസ് ചെയ്തത്. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി, ഇതാണ് നമ്മൾ ഫിഷ് മേടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി കറി ലീവ്സ്, ഗ്രീൻ ചില്ലി, ഇത്ര ഐറ്റംസാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അടുപ്പ് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ഭയങ്കര അത് കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ഉരുകി അത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കടുകാണ്. ഒരു 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 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ആ കടുക് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞിട്ട് വേണം ബാക്കിയെല്ലാം ചേർത്ത് കൊടുക്കാൻ. ഇവിടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരാൻ തന്നെ സമയം എടുക്കും. ഈ ചട്ടി ഒന്ന് ചൂടാകാൻ സമയം എടുക്കുമല്ലോ, അതാണ് ഇച്ചിരി താമസിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പം അതാ ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടി ചൂടായി നമ്മുടെ കടുകെല്ലാം പൊട്ടി. അത് കഴിയുമ്പോൾ അതിലേക്ക് ശക്കല ഉലുവ, ഹോളായിട്ടുള്ള ഉലുവ പൊടിയല്ല ചേർത്ത് കൊടുക്കുന്ന, ആ മുഴുവനായിട്ടുള്ള ഉലുവ അതിട്ട് കൊടുത്തു. അപ്പോൾ അതും കൂടി ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചൂടായാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനകത്ത് ചേർക്കാനുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്ന കുറച്ചേറെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു, പിന്നെ ഇഞ്ചി ചേർത്ത് കൊടുത്തു. പിന്നെ അതൊന്ന് വഴറ്റട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് പോയി ഇത് ചതച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഭയങ്കര ചെറുതായിട്ട് അരിഞ്ഞിരിക്കുക. ഇനി പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റി ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വഴണ്ട് വരുന്നുണ്ട്. ഒരു പച്ചമണമായി ഒരു ബ്രൗൺ കളർ ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാളയും ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട്, നല്ലതായിട്ട് വഴണ്ട് വന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ശകലം കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കറിയെല്ലാം വെന്ത് കഴിഞ്ഞിട്ട് ബാക്കി ചേർത്ത് കൊടുക്കുക. ഈ ചുമന്നുള്ളി, ഈ ചെറിയ ഉള്ളി ചേർത്തിട്ട് അത് അധികം ഒന്ന് വഴറ്റണ്ട. അത് കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പം നമുക്കതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇവിടെ എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഏറെ ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 2-3 സ്പൂൺ, ചെറിയ സ്പൂണാണ്, അതിനെ ചേർത്ത് കൊടുത്തു. ഇനി ഇടേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഈ പൊടികളെ ചേർക്കുന്നുള്ളൂ. ചിലപ്പോൾ ഒരു മല്ലിപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട്, ഞാൻ അധികം ചേർക്കാറില്ല. ഇത് ഇത്രയും ചേർത്തിട്ടാണ് ചെയ്യുന്നത്. ഇതൊന്ന് വഴണ്ട് ആ പച്ചമണമൊക്കെ മാറി, ആ പൊടികളുടെ പച്ചമണം മാറണം കേട്ടോ. മാറാതെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ കൊള്ളത്തില്ല. അതിലേക്ക് ഇനി ശകലം ചേർത്ത് കൊടുക്കുന്ന കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത്, കാരണം ഈ മുളകിന് എരിവില്ലാത്ത കാരണം കുരുമുളകിൻ്റെ ഒരു എരിവ് കിട്ടുമല്ലോ. അങ്ങനെ ആ പച്ചമുളകിനും അധികം എരിവില്ലാത്തതാണ്. അപ്പം കുറച്ചുകൂടി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടി ഇനിയും ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടൊമാറ്റോ വേവിച്ചിട്ടില്ല, അങ്ങനെയും അടിച്ചിട്ട് അതിൻ്റെ പേസ്റ്റും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആക്ച്വലി ടൊമാറ്റോ എല്ലാവരും മുറിച്ച് അങ്ങനെ ഇടും, ചിലവർ അങ്ങനെ ഇടും, ചിലവർ ടൊമാറ്റോയെ ചേർക്കാറില്ല. പക്ഷേ ഞാൻ ടൊമാറ്റോ ചേർക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കറിക്ക് ഒരു തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയാണ് ഈ ടൊമാറ്റോ ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ് ടൊമാറ്റോ കൂടെ ചേർത്ത്. ടൊമാറ്റോ ചേർത്തിട്ട് അതൊന്ന് കുറച്ചൊന്ന് അടച്ചു വെക്കണം. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ പച്ച മണമൊന്ന് പോയിട്ട് അതൊന്ന് വരണ്ട് വരണം, അല്ലെങ്കിൽ കറിക്ക് ടേസ്റ്റ് കാണില്ല. ടൊമാറ്റോ ഒക്കെ വറ്റി അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി നല്ല വരണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് ചൂടായ വെള്ളമാണ്, നല്ല ഹോട്ട് വാട്ടറാണ്, നല്ല തിളച്ചിരിക്കുന്ന ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം ചേർത്തിട്ട് അങ്ങനെ 2 ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചൂടുവെള്ളം കൂടെ ചേർത്ത് ഈ മസാലയെല്ലാം ഇതിലൊന്ന് പിടിച്ചിതൊന്ന് നല്ലതായിട്ട് തിളച്ച് വരണം കേട്ടോ. എന്നിട്ട് നമ്മൾ പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പുളി ഞാൻ കുതിർക്കാൻ വേണ്ടി ഇട്ടിരുന്നു. ഇത് കുടംപുളിയാണ്. അതും കൂടെ ചേർത്ത് പിന്നെ നമുക്ക് ആവശ്യത്തിന്, ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കുക. ഒരു 400 to 500 ഗ്രാംസ് ഫിഷ് കാണും. ഞാൻ 1 കിലോ മേടിച്ചിട്ട് പകുതി കറിയും പകുതി വറക്കാനും എടുത്തിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇതൊന്ന് ഫിഷൊക്കെ നമുക്ക് ഈ സമയത്ത് നല്ല തിളച്ച് വരുന്ന സമയത്ത് ഫിഷ് ചേർത്ത് കൊടുക്കാം.
എന്താ ഫിഷ് കൂടെ ചേർത്തിട്ട് ഇത്രയും ഉണ്ട് കേട്ടോ. ഫിഷ് ചെറിയ പീസുകളായിട്ട് കറി കട്ടായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കുമ്പം ഈ സമയത്ത് നമുക്ക് സ്പൂണിട്ട് ഇളക്കാം. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല, അധികം ഇങ്ങനെ ഇളക്കിയും കൊടുക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്നും ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് കരിയാപ്പല ഇട്ട് കൊടുക്കാം. നിറച്ച് കരിയാപ്പല ഇടാം, നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. എനിക്ക് കരിയാപ്പലയുടെ ഫ്ലേവർ ഇഷ്ടം കാരണം ഞാൻ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെക്കട്ടെ, നന്നായി കുറുകി വരണം. നല്ല വറ്റി വന്നു കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചർ. ആക്ച്വലി ഇത് ഇളക്കി കൊടുക്കാൻ പാടില്ല, ഞാൻ ജസ്റ്റ് തവി വെച്ച് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്ത് നോക്കുന്നേ ഉള്ളൂ. കറി ഓക്കെ ആണോ നോക്കുന്നതാണ്. അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ കറി റെഡി. ഇനി നമുക്കിതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ശകലം കായപ്പൊടി. ഈ കായപ്പൊടിയും കൂടെ ചേർക്കുമ്പം ഈ കറിക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് വരും കേട്ടോ. നല്ല ഒരു മണവും നല്ല ടേസ്റ്റും വരും. അപ്പം നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല, ഇങ്ങനെ വെക്കുക. ഇനി ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോൾ നല്ല കുറുകി ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി റെഡിയാണ്. അപ്പം നിങ്ങൾക്ക് ക്രിസ്മസിന് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ